നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടില്ലാത്ത ഒരു മുറിയുടെ താക്കോലാണ് നാളെ. നാളെ എന്നുള്ള മുറിയുടെ താക്കോല് ദൈവം നമ്മളെ തന്നിട്ടില്ല. ആ മുറിക്കകത്തോട്ട് ഇപ്പൊ കയറാനായിട്ട് ഇപ്പൊ ആയിരിക്കും ഇന്നിന്റെ മുറിയിൽ നമ്മൾ നോക്കുകയേ വേണ്ട. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥന എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 74-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 4-ാമത്തെ യാചന, ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ആ യാചനയിൽ 4 കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിച്ചു. 4-ാമത്തെ കാര്യമായ ഇന്ന് നൽകണമേ. ഇന്ന് അന്നന്ന് വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഇന്നിന്റെ പ്രസക്തി എന്താണ് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി. അത് നമുക്കൊരു 3 ആംഗിളിൽ നിന്ന് കാണാനായിട്ട് പറ്റും. ഒന്ന്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം സ്വർഗീയ ദൈവം തന്നിൽ ക്രമീകരിച്ചിട്ടുണ്ട്, നമ്മളത് കാണുകയുണ്ടായി. രണ്ടാമത്തേത്, ആ ദൈവത്തിന്റെ പക്കലേക്ക് അവിടെ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ആവശ്യകമായ ആഹാരം, നമുക്ക് ആവശ്യകമായത് നമ്മൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് എടുക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് ആകുലതയ്ക്കും അസ്വസ്ഥതയ്ക്കും ഉത്കണ്ഠയ്ക്കുമായിരിക്കും ഇടവരുത്തുക. നമുക്ക് ആ 2-ാമത്തെ പോയിന്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞ് അതിന് വിശക്കുമ്പം ദാഹിക്കുമ്പം അമ്മയുടെ മടിയിലേക്കാണ് ചെല്ലേണ്ടത്. അമ്മയുടെ മടിയിൽ ചെന്ന് അമ്മയുടെ ചങ്കത്തു നിന്ന് മാറിടത്തിൽ നിന്നും അതിനൊരുക്കപ്പെട്ടിരിക്കുന്ന അമ്മിഞ്ഞ പാലത് സ്വസ്ഥമായിട്ട് കുടിച്ച് നിറയുമ്പം ആ കുഞ്ഞിൻ്റെ ആ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആ പാലിലൂടെ കിട്ടുന്നു. അമ്മയുടെ വാത്സല്യം, സംരക്ഷണം എല്ലാം ആ കുഞ്ഞിന് കിട്ടുകയാണ്. അവിടെയാണ് ചെല്ലേണ്ടത് എന്ന് കാണുകയുണ്ടായി. അതുപോലെയാണ് നമ്മൾക്ക് വേണ്ടി ദൈവം തന്നിൽ തന്നെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടുത്തെ പ്രകൃതി നമ്മൾ വന്നാൽ മതി നമ്മൾ കാണുകയായിരുന്നു. എന്നാൽ ഒരു കുഞ്ഞ്, 1.5 വയസ്സുള്ള കുഞ്ഞ് വിശക്ക് ദാഹിക്കുകയും ചെയ്യുമ്പം അമ്മയുടെ പക്കലേക്ക് വരാതെ അത് വീടിൻ്റെ കതവ് തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ഗേറ്റ് തുറന്ന് വഴിയിലേക്ക് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും പോയി എനിക്ക് വിശക്കുന്നല്ലോ ദാഹിക്കുന്നല്ലോ എന്നതാ ഒന്ന് വാങ്ങിച്ച് കഴിക്കേണ്ടത് കുടിക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ പോയ എന്തെല്ലാം ഉത്കണ്ഠകളും പ്രശ്നങ്ങളുമാണ്. ഒന്നതിന് വേണ്ട നടക്കാൻ അറിയാവോ? അതറിയത്തില്ല. ചെന്ന് കയറുന്ന കട അല്ലെങ്കിൽ ഹോട്ടലല്ലേ ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കാൻ അതിന് ഭാഷ അറിയാവോ? അതറിയത്തില്ല. ഇനി ചോദിച്ചാൽ തന്നെ എവിടെയെങ്കിലും പോലെ മേടിച്ച് കഴിക്കണമെങ്കിൽ അതിന് പൈസ ഉണ്ടോ? അതില്ല. ഈ കഴിക്കുന്നത് ശരിയാണോ ഇല്ലെന്ന് അതിനെങ്ങനെ ഉറപ്പാക്കുമ്പോൾ അതും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ചിന്തിക്കാൻ പോയ കൊച്ചാകപ്പാടെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ വഴിയിലേക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ നോക്കും, എങ്ങനെ എനിക്ക് ചെറിയ തിന്നാൻ തരാവോ കുടിക്കാൻ തരാവോ എന്ന് ചോദിച്ചാൽ എന്താ സംഭവം? എന്തൊരു കലക്കമാണ്. ഇതാണ് നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് വരാതെ മറ്റ് കാര്യങ്ങളിലേക്ക്, മറ്റ് വ്യക്തികളിലേക്ക്, മറ്റ് രീതിയിലേക്ക് നീങ്ങിക്കൊണ്ട് നമുക്ക് ആവശ്യകമായ ആഹാരം എടുക്കാനായിട്ട് നോക്കുമ്പം നമുക്ക് സംഭവിക്കുന്നതായ അരക്ഷിതാവസ്ഥ, ഉത്കണ്ഠയുടെ അവസ്ഥ ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഈ കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് തുടർന്ന് ഈശോ സംസാരിക്കുന്നത് മത്തായി രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ നേരെ വരുന്നത് 25 വാക്യങ്ങളിൽ ആകുലപ്പെടരുത് എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ച് ആകുലപ്പെടരുത്? ഭക്ഷണം, വസ്ത്രം ഒക്കെ പറയുന്നു. എന്നിട്ട് അവസാനം പറയുന്നത് കണ്ടോ, 34-ാമത്തെ വാക്യത്തിൽ, അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. ആകുലരാകരുത്. അപ്പൊ ആകുലരാകാതിരിക്കണം എന്ത് ചെയ്യണം? ഭക്ഷണം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, അതെല്ലാം പിതാവിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് അപ്പോൾ അവയെല്ലാം കൂട്ടിച്ചേർത്തരപ്പെടും എന്ന് ഈശോ പറയുകയാണല്ലോ. 32-33 വാക്യങ്ങൾ. യഥാർത്ഥത്തിൽ ആ രാജ്യവും നീതി അന്വേഷിക്കുന്നതിൻ്റെ പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന. നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനയാണിത്. അതൊരു പ്രാർത്ഥന കൃത്യം ചൊല്ലിത്തീർത്ത് വിടേണ്ട പ്രാർത്ഥന അല്ലെന്ന് നമ്മൾ ആദ്യമേ കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. നമുക്ക് ദൈവത്തിന്റെ പക്കലേക്ക് തിരിഞ്ഞുള്ള ആത്മീയ അന്വേഷണം മുഴുവൻ്റെയും, പ്രാർത്ഥനാ ജീവിതം മുഴുവൻ്റെയും ശൈലി എന്തായിരിക്കണമെന്നാണ്. അപ്പൊ ആ ശൈലിയിലാണ് 4-ാമത്തെ യാചനയുടെ ഈശോ പറയുന്നത്, പിതാവിനോട് പറയണം ആവശ്യകമായ ആഹാരം ഇന്ന് അങ്ങ് തരണം. അപ്പൊ ഇന്നത്തെ കാര്യമാണ്, നാളത്തെ കാര്യം ആകുലപ്പെടണ്ട എന്നവിടെ അർത്ഥം വരികയാണ്.
ഇന്ന് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുന്ന ഈശോ അതിന് വ്യാഖ്യാനം പറഞ്ഞു വരുമ്പോഴാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മത്തായി 6:25 വാക്യങ്ങളിൽ ഭക്ഷിക്കുന്നത്, കുടിക്കുന്നത്, ധരിക്കുന്നത് ചിന്ത വരുന്നു. അത് ആകുല വിഷയമായിട്ട് മാറുന്നു. പക്ഷെ ആകുലരാകരുത്, ആകുലപ്പെടണ്ട. അത് നാളെയുടെ വിഷയങ്ങളാണ്. നാളെ വെച്ചാൽ നാളത്തെ ദിവസം മാത്രമല്ല, ഇപ്പം മുന്നോട്ട് നോക്കുമ്പം ഇത് വർത്തമാനകാലത്തിന്റെ വിഷയമാണ്. നമ്മൾ ഈ ഒരു യാചന നമ്മുടെ ജീവിതത്തിന്റെ വർത്തമാനകാലത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത യാചന വരുമ്പോൾ പാപങ്ങള് നമ്മൾ ക്ഷമിക്കണമേ എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലത്തെയാണ്, ഭൂതകാലത്തെയാണ് അത് കൈകാര്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പ്രലോഭനങ്ങൾ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപ രക്ഷിക്കണേ എന്നുള്ള യാചനകളിലേക്ക് വരുമ്പം നമ്മുടെ ഭാവിയിലേക്കാണ് നോക്കുന്നത്. അപ്പൊ ഈ 3 കാലഘട്ടത്തെ, ജീവിതത്തിന്റെ 3 കാലഘട്ടങ്ങളെയാണ് ഈ 4 യാചന കൈകാര്യം ചെയ്തത്. നമ്മളത് പറഞ്ഞ് ഓർമ്മിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഈ വർത്തമാന കാലത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് ആവശ്യമുള്ളത് അപ്പ തരാൻ പറ്റുന്ന അപ്പായ്ക്ക് മാത്രമാണ്, സ്വർഗീയ അപ്പായ്ക്ക് മാത്രം. അത് നമ്മൾ അപ്പായോട് പറഞ്ഞ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് എടുക്കുന്നില്ല എങ്കിൽ ആകുലതയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈശോ ഇവിടെ ഇതേ അധ്യായത്തിൽ തന്നെ ആകുലപ്പെടരുതെന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെ ലൂക്കാസ് സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ അനേക വർഷങ്ങളിലേക്ക് ആവശ്യമായതെല്ലാം സംഭരിച്ചു എന്നുള്ള തൃപ്തിയിൽ ആനന്ദിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭോഷനായ ധനികനെ കുറിച്ചാണ് ഈശോ 12-ാം അധ്യായത്തില് 13 മുതലുള്ള ഖണ്ഡികയിൽ പറയുന്നത്. 16 മുതലുള്ള വാക്യങ്ങളില് ഭോഷണ ധനികന്റെ ഉപമ. അപ്പൊ ആ ധനികൻ പറയുന്ന വാക്കുകൾ ഇതാണ്. 19-ാം വാക്യത്തില്, എൻ്റെ ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷമായിട്ട് വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. അനേക വർഷങ്ങളിലേക്ക്, അത് നാളുകളിലേക്കാണ്, നാളെയിലേക്കുള്ള ഉറപ്പെടുത്തത് പറയുകയാണ്. ഈശോ പറയാണ്, ആ രാത്രി ദൈവം ആവശ്യയുടെ ഭോഷ, നിന്റെ ആത്മാവിനെ ഈ രാത്രിയിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. ചോദിക്കാൻ പോകും, നീ എന്ത് ചെയ്യും? നീ കരുതി വെച്ചിരിക്കുന്നതിൽ ആരുടേതായിട്ട് ഇതിനെ വിചാരിക്കുന്നത്? അത് ഭോഷത്വമാണെന്ന് പറയുകയാണ്. അപ്പൊ ദൈവസന്നിധിയിൽ ധനികരാകാതെ, ആശ്രയിക്കാതെ, തനിക്ക് വേണ്ടി തന്നെ സമ്പാദിച്ചു കൂട്ടിയിട്ട് നാളുകളെല്ലാം സേഫ് ആക്കാൻ നോക്കുന്നു. അപ്പൊ നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളെല്ലാം ഞാൻ മറികടന്നിരിക്കുന്നു, എനിക്ക് തിന്നാൻ ഒത്തിരി കരുതിയിട്ടുണ്ട്, വിളവുകളുണ്ട് എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പം അത് വലിയ ഭോഷത്വമായിട്ട് മാറുകയാണ്. അപ്പൊ ഒരു വശത്ത് ഈശോ പറയുന്നത് നാളെക്കുറിച്ച് ആകുലപ്പെടണ്ട, മറുവശത്ത് ഈ ഉപമ പറയുമ്പോൾ നാളെക്കുറിച്ച് ഉറപ്പാക്കി വെച്ച മനുഷ്യൻ, ധനികൻ, ഭോഷനാണെന്ന് പറയുന്നു. എന്നിട്ട് ലൂക്കാ 12-ന്റെ തുറന്നുള്ള വാക്യങ്ങളിൽ ദൈവ പരിപാലനെ ആശ്രയിക്കാൻ ഈശോ പറയുന്നത്. അതായത് മത്തായി 6:25 മുതലുള്ള വാക്യം നമ്മൾ കാണുന്നതായ ഭാഗമാണ് ഇവിടെ ഭോഷനായ ധനികനെ കുറിച്ച് പറഞ്ഞിട്ട് ഈശോ പഠിപ്പിക്കുന്നതായിട്ട് ലൂക്ക പങ്കുവച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ആഴപ്പെട്ട ബന്ധമാണ് പരിശുദ്ധാത്മാവ് അതുവഴിയായിട്ട് വ്യക്തമാക്കുന്നത്. 22 ലൂക്ക 12 നിങ്ങൾ ബൈബിളുണ്ട്, തുറന്ന് നോക്കുന്നത് നല്ലതാണ്. ലൂക്ക 12 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ആവർത്തിച്ച് എത്ര പ്രാവശ്യമാണ്? 1, 2, 3, 4 പ്രാവശ്യം ഈശോയുടെ വായിൽ നിന്ന് വരുന്ന ഒരു മുന്നറിയിപ്പാണ്, ആകുലരാകരുത്, ആകുലപ്പെടരുത്. എന്നിട്ട് അവിടെ വീണ്ടും പറയണം 30-ാം വാക്യത്തിൽ, നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമ്മൾ പിതാവിന്റെ രാജ്യം അന്വേഷിച്ച് പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഇന്നുകളെ വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ നാളുകളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടില്ലാത്ത ഒരു മുറിയുടെ താക്കോലാണ് നാളെക്കുറിച്ചുള്ള ചിന്തയിൽ വരുമ്പോൾ നമ്മൾ എടുക്കാൻ നോക്കുന്നത് എന്ന് വെച്ചാൽ നാളെ എന്നുള്ള മുറിയുടെ താക്കോല് ദൈവം നമ്മളെ തന്നിട്ടില്ല. ആ മുറിക്കകത്തോട്ട് ഇപ്പൊ കയറാനായിട്ട് ഇപ്പൊ ആയിരിക്കും ഇന്നിന്റെ മുറിയിൽ നമ്മൾ നോക്കുകയോ വേണ്ട. നമ്മുടെ കഷ്ടം ദൈവം തന്നിട്ടില്ല. നാളെ എന്ന് പറയുമ്പോൾ നാളത്തെ ദിവസം സൂര്യൻ ഉദിച്ച് വരുന്ന ആ ദിവസം മാത്രമല്ല ചിന്തിക്കേണ്ടത്, നാളെ നമ്മുടെ ഭാവി. ഇപ്പൊ ആയിരിക്കുന്നതാണ് ഇന്ന് വർത്തമാനം. ഇനി ഇതിന് ശേഷം മുന്നോട്ട് അടുത്ത മണിക്കൂർ, അടുത്ത മിനിറ്റ്, അടുത്ത മണിക്കൂർ, അടുത്ത നാളെ എന്തോ ആയിക്കോട്ടെ, മുന്നോട്ട് വരുന്നതെല്ലാം നാളെ നമ്മുടെ ഭാവി കാലമാണ്. അതിൻ്റെ താക്കോൽ ദൈവം നമുക്ക് തന്നിട്ടില്ല. നമുക്കതേപ്പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ല, യാതൊരു ഐഡിയയും ഇല്ല. അതുകൊണ്ട് അത് ശരിയാക്കാനുള്ള ചിന്തയിൽ നിങ്ങൾ ആകുലപ്പെടേണ്ട എന്നുള്ള ഒന്ന് ശരിയാക്കിയിരിക്കുന്നുവെന്ന് ധനികൻ ചിന്തിച്ചപ്പം ഭോഷനായിപ്പോയി എന്ന് ഈശോ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം അങ്ങയ്ക്കറിയാം, അങ്ങത് കരുതി വെച്ചിട്ടുണ്ട്, അങ്ങത് തരുന്നത് ഞങ്ങൾ എടുക്കണം, അത് മതി
അത് എടുക്കാതെ ഞങ്ങൾ സ്വന്തമായിട്ട് കണ്ടെടുത്താൻ പോയാൽ വലിയ ആകുലതകളിൽ ഉത്കണ്ഠ ചെന്നപ്പെടും എന്നാണ് അർത്ഥം. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 32-ലും ലൂക്ക 12:30-ലും ഈശോ പറയുന്നത് ഇങ്ങനെ ചിന്തിച്ച് ആകുലപ്പെടുന്നത്, മത്തായി പറയുന്നു വിജാതീയരാണ്, ലൂക്കായി പറയുന്നു ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇത് ചിന്തിച്ച് ആകുലപ്പെടുന്നത്. ഈ വിജാതീയർ അല്ല, ഈ ലോകത്തിൻ്റെ ജനതകൾ എന്ന് പറയുമ്പോൾ ആരാ അത്? ദൈവത്തെ അറിയാത്തവർ എന്ന് വെച്ചാലോ ദൈവത്തെ പിതാവായിട്ട് തിരിച്ചറിയാത്തവരാണ് അവർ. ദൈവജനം ആരാണ്? ദൈവത്തെ അപ്പ ആയിട്ട് തിരിച്ചറിഞ്ഞവരാ. യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ഭൂമിയിലേക്കുള്ള വചന മാംസം വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ 1:10-11 വാക്യങ്ങൾ വായിക്കുമ്പം അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിൽ ലോകം അവനെ അറിഞ്ഞില്ല. അവസരജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ കഴിവ് നൽകി. ദൈവത്തെ അബ്ബ അപ്പ എന്ന് വിളിക്കാനുള്ള കഴിവ് നൽകി. അതല്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കാനായിട്ട് ദൈവത്തെ അബ്ബ ആയിട്ട് അറിഞ്ഞ വ്യക്തികൾ, അതാണ് ദൈവജനം, ദൈവമക്കള്. അറിയാത്തവര്, അതാണ് വിജാതീയര്, ലോകത്തിന്റെ ജനതകള്. അവര് എന്നതാ അപ്പനില്ലാത്ത മക്കളാണ്. അപ്പനുള്ള മക്കള് നാളെക്കുറിച്ച് എന്തെങ്കിലും ഭക്ഷണത്തെക്കുറിച്ച് ആകുലപ്പെടണോ? ഒരു ദിവസം രാത്രിയിൽ വിചാരിക്കുക, ഒരു 9:30-10 മണി ആയപ്പം ഒരു വീട് മോന് ഉണ്ടൊരു 4-5 വയസ്സുള്ള 6 വയസ്സുള്ള മോനെന്ന് വിചാരിക്കുക. അവന് നേരത്തെ സ്തുതി ചൊല്ലിയിട്ട് കിടക്കാൻ പോയിരിക്കുകയാണ്. പക്ഷേ 10 മണി ആയപ്പം അമ്മ വന്നപ്പോൾ ഉണ്ട്, അടുക്കള വെച്ച് വന്നപ്പോൾ ഉണ്ട്, അവനിങ്ങനെ കട്ടിലേൽ കുത്തിയിരിക്കുക, വിഷണ്ണനായിട്ട് അകൽപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നേരത്തെ കിടന്ന് ഉറങ്ങുന്നതാ, അപ്പാടെ അമ്മയുടെ നല്ല കിടന്ന് ഉറങ്ങുന്ന അവന് കട്ടിലേൽ തന്നെ. ഇപ്പം ഉറങ്ങിയിട്ടില്ല. ഉടനെ അമ്മ വെച്ചു, മോനെ എന്തേ ഉറങ്ങാത്തേ ഉടനെ അവനിങ്ങനെ വിഷമിച്ച് നോക്കി. അപ്പോൾ ഈ അപ്പായും കയറി വന്നു. അപ്പ വെച്ചു, മോൻ ഉറങ്ങിയില്ല, ഇതെന്താ 10 മണി ആയല്ലോ മോൻ ഉറങ്ങാത്തേ? അവൻ അപ്പായും ദയനീയമായിട്ട് നോക്കി. അപ്പം അപ്പായും അമ്മയും കൂടെ അടുത്ത് വന്നിരുന്നു, അപ്പുറം ഇപ്പുറം, മോനെ കിടന്നുറങ്ങിക്ക്. അവനിങ്ങനെ ദയനീയമായിട്ട് നോക്കാന്ന് വിചാരിച്ച് ദയനീയമായിട്ട് നോക്കുക. എന്നാ പറ്റി മോനെ? പറഞ്ഞേ, എന്നാ മോൻ ഉറങ്ങിക്ക്? അപ്പാ എന്നടാ പറഞ്ഞ്? അമ്മ പറഞ്ഞ് എന്നാ പറ്റി? എനിക്ക് നാളെ രാവിലെ കാപ്പി ഉണ്ടാക്കി തരുമോ എന്ന്. സംഭവം എന്ന് വെച്ചാൽ അവൻ കിടക്കാനായിട്ട് 9 മണിയായപ്പോൾ കട്ടില വന്നിരുന്നപ്പോൾ ചിന്ത കയറി. വിചാരിക്കുകയാണ്, കടന്ന ഉദാഹരണം പറയുന്നത്. അവൻ ചിന്തിക്കുകയാണ്, നാളെ എനിക്ക് അപ്പ അല്ലെ അമ്മ കാപ്പി ഉണ്ടാക്കി തന്നില്ല, എന്നാ ചെയ്യും? അവരിരുന്ന് ആലോചന 1 മണിക്കൂർ വെച്ച് ആലോചിക്കുക. എത്ര ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. അവൻ ചിന്തിക്കുക, ഞാൻ കാപ്പി രാവിലെ എനിക്ക് ഏറ്റവും വരുമ്പോൾ കാപ്പി കുടിക്കണം, കഴിക്കണം, അല്ലെങ്കിൽ വിശക്കും, വയറെരിയും. അപ്പം അമ്മ ഉണ്ടാക്കി തന്നില്ല, അപ്പ തരുന്നില്ല, ഞാൻ എന്നാ കാണിക്കും? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കടയിൽ പോയി വാങ്ങിക്കണമെങ്കിൽ എനിക്ക് പൈസ ഇല്ല. അവൻ്റെ പോക്കറ്റൊക്കെ നോക്കി, അപ്പാടെ ശാല തൊട്ടേ ഉള്ളൂ, അതുകൊണ്ട് പൈസ ഇല്ല, അതുകൊണ്ട് കാപ്പി കഴിച്ച പഠിക്കാൻ പൈസ ഇല്ല. പിന്നെ എന്നാ ചെയ്യുന്ന? സ്കൂളിൽ പഠിക്കുന്ന 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടെ ആ അമ്മ അന്നേരം അവിടം വരെ പോകാൻ എങ്ങനെയാണ്? ചെന്ന് കഴിഞ്ഞാൽ അപ്പ ഒരു ഭയങ്കര ആളാ. അവിടെ പോകാൻ പേടി. അപ്പം എന്നാ കാണിക്കും? എനിക്ക് രാവിലെ കാപ്പി കിട്ടിയില്ല, ഞാൻ എന്നാ ചെയ്യും? ഇങ്ങനെ ചിന്തിച്ചിട്ട് ഉറങ്ങാതിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന വല്ലവരെയും കണ്ടിട്ടുണ്ടോ? ഇത് ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ അമ്മയുടെ പക്കലെ മടിയെ വന്ന് കയറി മല കുടിച്ച് അമ്മഞ്ഞാ കൊണ്ട് വയറ് നിറയ്ക്കുന്നതിന് പകരം വയലിലേക്ക് ഇറങ്ങി നിന്നിട്ട് എവിടെ പോയാണ് എനിക്ക് ഇച്ചിരി വയറ് നിറയ്ക്കാൻ കിട്ടും ചിന്തിക്കുന്ന 1.5 വയസ്സുകാരനെ പോലെ തന്നെ. ഇത് ഇങ്ങനെ ഇച്ചിരി കടന്ന ഉദാഹരണം തോന്നും. പക്ഷെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ അവസ്ഥയിലാണ് നമ്മൾ ഓരോ ദിവസവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെക്കുറിച്ചുള്ള എന്തുമാത്രം ഉത്കണ്ഠകള്, ആകുലതകള്, വ്യഗ്രതകള്. എന്നാ ചെയ്യും, എങ്ങനെയാകും, ശരിയാകോ ഇല്ലയോ, ആരെ കാണും, ഇങ്ങനെ ചിന്തിച്ച് കാട് കയറി വിഷമിച്ചു പോകുന്ന അവസ്ഥ നമുക്കുണ്ട്. ഇത് നമ്മുടെ ദൈവമക്കൾക്ക്, ഒരു അപ്പനുള്ള മക്കൾക്ക്, അപ്പനും അമ്മയുള്ള മക്കൾക്കുള്ളതല്ല ഈ ചിന്ത. പറയാം, വിജാതീയർ ഇതെല്ലാം അന്വേഷിക്കുന്നത്, ദൈവത്തെ അറിയാത്ത ജനത അന്വേഷിക്കുന്നത്. കടത്തന്നെ കിടക്കുന്ന ഒരു മോന്, അനാഥ കൊച്ച വിചാരിക്കുക, ഒരു ചേട്ടനും അനിയനും ഉണ്ട്, ഒരു 6 വയസ്സുകാരനും 4 വയസ്സുകാരനും വിചാരിച്ച കടത്തന്നെ കിടക്കുക. അവൻ ആർക്കും ആരുമില്ല.
അവരന്ന് അവിടെ ഇവിടെയും പോയി തപ്പിപ്പെറുക്കി ഇച്ചിരി കൂട്ടിക്കകത്തൊക്കെ ഇങ്ങനെ വല്ലതൊക്കെ പെറുക്കി തിന്ന് ചേരു പ്രദേശങ്ങളോ വലിയ നഗരങ്ങളിലൊക്കെ ഇങ്ങനത്തെ പിള്ളേരൊക്കെ ഉണ്ടാവും. ചിലപ്പം അപ്പനും അമ്മയും അടിച്ചിറക്കി വിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയി ചേട്ടാ കടത്തനെ കിടക്കുക. രാത്രിയായപ്പോഴേക്കും കുഞ്ഞനുജൻ തളർന്ന് കിടന്നുറങ്ങി. അപ്പോൾ ചേട്ടായി 6-7 വയസ്സുണ്ട്. അവനിങ്ങനെ ഇരിക്കുകയാണ്, പുതച്ച് വിറച്ച് തണുപ്പത്തെ കടത്തനയിൽ ഇങ്ങനെ ആരുമില്ല നോക്കിയിരിക്കുകയാണ്. നാളെ ഇന്നത്തെ കാര്യം ഇങ്ങനെ കഴിഞ്ഞൊന്നും ശരിക്കും വയറാഴ്ച കിട്ടിയില്ല. നാളെ ഞാൻ എവിടെ പോയ ഭക്ഷണം കഴിക്കുന്നത്, ഏത് ഹോട്ടലിൻ്റെ പുറകിൽ ചെന്നാലാണ്, ഏത് എച്ചിപ്പാത്രത്തിന് കൈയിട്ടാലാണ് വീപ്പയ്ക്കകത്ത് എച്ചിലിടുന്ന വീപ്പയ്ക്കകത്ത് അവിടെ പോയാലോ അവിടെ ചില പട്ടികളെല്ലാം, അവിടെ ഒത്തിരി പട്ടികളായോ അതേ കടിക്കാൻ പറ്റും, നമ്മളെ പറ്റിയല്ല. അവർ മറ്റേ ഹോട്ടലിൻ്റെ പുറകിൽ ആ എച്ചിൽ വീപ്പ അവിടെ പോയാലോ അവിടെ ആ ഹോട്ടലിന് ഭയങ്കര നല്ല ചൂടുവെള്ളം ഒഴിക്കുന്ന ആൾ അങ്ങോട്ട് പറ്റത്തില്ല. പിന്നെ എവിടെ പോകും കണ്ടോ, ഈ കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്നില്ല, നാളെ എന്നാ ചെയ്യും, എവിടെ പോകും എന്ന് ചാകുലപ്പെടുകയാണ്. ഇത് അപ്പനില്ലാത്ത മക്കളുടെ അവസ്ഥയാണെന്ന് ഈശോ പറയുന്നു. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണ്, നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് അറിയുന്നു. അവിടുത്തെ രാജ്യനീതി അന്വേഷിച്ച് ബാക്കി എല്ലാം തരപ്പെടും. ഈ 6 വയസ്സുകാരൻ മോൻ വീട്ടിൽ അപ്പായും അമ്മയും വരുമ്പോൾ മുറങ്ങാതിരിക്കുന്നവൻ അവൻ ചെയ്യേണ്ടത് എന്നതാ, കിടക്കാറാകുമ്പോൾ അപ്പയ്ക്കും അമ്മയ്ക്കും സ്തുതിയും ചൊല്ലും ഉമ്മയും കൊടുത്തിട്ട് കിടത്തൊക്കെ ഓർക്കം വരെ ചൊറങ്ങിക്കോ. അവൻ നേരം തേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അമ്മ അവനുള്ള പലഹാരം, ഇഷ്ടപ്പെട്ട പലഹാരം തന്നെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കും. അത് ഇവൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അമ്മ കരുതിയിട്ടുണ്ട്, മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ അവൻ ഏറ്റവും ഒരു സ്വരം അപ്പുറത്ത് കേൾക്കുമ്പോൾ തന്നെ അമ്മ ചൂടാൻ തുടങ്ങും. അവൻ മുഖം കഴിയുമ്പോൾ എല്ലാം തേച്ചിട്ട് അടുക്കളയിൽ വരുമ്പോഴേ ചൂട് പലഹാരം അവൻ്റെ മുന്നിൽ എത്തിയിരിക്കും. എന്നും അങ്ങനെയാ. പിന്നെ ഇവർ ആകുലപ്പെടുന്നത് ഇങ്ങനെയുള്ള അപ്പായുടെ അമ്മയുടെ അവസ്ഥ, ബന്ധത്തിൻ്റെ മാതാപിതാക്കൾ നൽകുന്ന സംരക്ഷണം. ചൂണ്ടുകാലത്ത് അവരാൻ പറയുകയാണ്, ഈശോ പഠിപ്പിക്കുകയാണ്, അവിടുത്തെ രാജ്യനീതി അന്വേഷിച്ച് എന്ത് ഭക്ഷിക്കും, ഇത് പാനം ചെയ്യും, ഇതൊക്കെ ആകുലപ്പെടാതെ. അപ്പം ഇത് മുഴുവനാണ് സ്നേഹമുള്ളവരെ ഈ 4ാമത്തെ യാചനയ്ക്കകത്ത് ഒഴിച്ചേർത്തിരിക്കുന്നത്. ഇന്ന് തരണേ അപ്പാ, വിശ്വസിക്കുന്നു, ഇന്ന് തരണേ. അപ്പം അത് നമ്മൾ അറിഞ്ഞെടുക്കുന്നില്ല എങ്കിലോ ആകുലയിലേക്ക് പോകും. നമുക്ക് അല്പം അടുത്ത സെഷൻ ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവാസം നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.